മക്കളെ ഉറങ്ങാൻ വരുന്നില്ലേ? മതി ടി വി കണ്ടത്. വാ ഒന്ന് കിടന്നുറങ്ങ. അച്ഛൻ കിടന്നുട്ടാ, ഞാനും കിടക്കാൻ പോവാണേ. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വേഗം വാ. പാറു, ഞാൻ അമ്മയുടെ അടുത്ത് കിടക്കുന്നത്. എപ്പോഴും നീ അല്ലേ അമ്മയുടെ അടുത്ത് കിടക്കുന്നത്? ഞാൻ ഇന്ന് വന്നതല്ലേ ഉള്ളൂ. ഇന്ന് ഞാൻ അമ്മയുടെ അടുത്ത് കിടക്കാം. ഇല്ല, ഞാനാ എൻ്റെ അമ്മയുടെ അടുത്ത് കിടക്കുന്നത്. നീ ഇങ്ങോട്ട് കിടക്കടി. ഉറങ്ങുന്ന സമയത്തെങ്കിലും നിങ്ങൾ കുറച്ച് സമയം മിണ്ടാതിരിക്കോ? ശരി, ഞാൻ രണ്ടുപേരുടെയും നടുവിലായി കിടക്കാം. ഇനിയിപ്പോ രണ്ടുപേർക്കും ശരിയല്ലേ? വാ മോളെ, ലക്ഷ്മോളെ കിടക്ക്. താങ്ക് യു അമ്മേ. മനുഷ്യനൊന്നും ഉറങ്ങാൻ പോലും സമ്മതിക്കില്ല. ഞാനും നിങ്ങൾ ടി വി നോക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞതാ, കണ്ട പ്രേതം സിനിമയൊന്നും കാണാൻ പോകരുതെന്ന്. എന്നാ ഞാൻ പറഞ്ഞത് കേട്ട് മിണ്ടാണ്ടിരിക്കും? അതുമില്ല, ഇപ്പൊ ഇരുന്ന് മൂന്നത് കണ്ടില്ലേ? നിങ്ങൾ രണ്ടുപേരും സംസാരിച്ച് എന്റെ ഉറക്കം തന്നെ പോയി. മോളെ പാറു, ഞാൻ ഇവിടെ കിടന്നിട്ടല്ലേ ഉള്ളത്. മോള് പോയിട്ട് മുള്ളിട്ട് വാ. ഞാൻ ഇവിടെ നിന്നിട്ട് മോളെ നോക്കാം. എനിക്കും മുള്ളാൻ മുട്ടുന്നമ്മേ. അമ്മ വരുമോ? എന്നാൽ നിങ്ങൾ രണ്ടുപേരും പോയിട്ട് മൂത്രയിച്ച് വാ. എടി പാറു, ഞാനും നിനക്ക് കാവല് നിൽക്കാം. എടി ചേച്ചി, എനിക്ക് നിന്നെ തീരെ വിശ്വാസമില്ല. അതുകൊണ്ടേ ആദ്യം ഞാൻ പോവാം, എന്നിട്ട് ചേച്ചി പോയാൽ മതി കേട്ടോ. ഞാൻ അകത്ത് കയറുമ്പോ ചേച്ചി പുറത്ത് നിന്നാൽ മതി. എന്നിട്ട് ഞാൻ ചേച്ചിക്ക് വേണ്ടി നിൽക്കാം. ചേച്ചിക്ക് മൂത്രയിക്കാൻ മുട്ടുന്നൊന്നുമില്ലേ? അയ്യോ, എനിക്ക് മുള്ളാൻ മുട്ടിയിട്ട് വയ്യടി. നീ പെട്ടെന്ന് പോയിട്ട് വാ. ഇവിടെ സംസാരിച്ച സമയം കളയാതെ, അല്ലെങ്കിൽ ഞാൻ ആദ്യം പോവാം. വേണ്ട വേണ്ട, ഞാൻ തന്നെ ആദ്യം പോവാം. ഞാൻ പോയിട്ട് വരുന്നേ. അപ്പൊ ഞാൻ പോയിട്ട് വരുന്ന ചേച്ചി. ശരി പാറുമോളെ, മോള് പോയിട്ട് വാ. ഇവളെ കുറച്ച് പേടിപ്പിക്കാം. ഞാൻ പേടിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടല്ലേ ഇവൾ ആദ്യം പോയത്. ഇവളെ കുറച്ച് പേടിപ്പിക്കാം. ലൈറ്റ് ഓഫ് ചെയ്യാം ആദ്യം. എന്തിനാടി വാതിലടിച്ചിട്ട് ഇരുന്നത്? ലൈറ്റ് ഓൺ ആക്കാനല്ലേ പറഞ്ഞത്? ലൈറ്റ് ഓൺ ആക്ക്, എന്നിട്ട് വാതിൽ തുറയടി. അച്ഛനോട് പറഞ്ഞു കൊടുക്കും കേട്ടോ. ലൈറ്റ് ഓൺ ചെയ്തില്ലെങ്കിൽ ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. പാറു, ഞാൻ നിന്റെ ചേച്ചിയല്ല. ഞാൻ നേരത്തെ കണ്ട കിണറ്റിലെ പ്രേതവാ. പാറു, എടി പാറു, നിന്റെ പിറകി നോക്ക്. നേരത്തെ കണ്ട പ്രേതം. എന്റെ ദൈവമേ, ഇവര് മനുഷ്യന്മാർ ഉറങ്ങാനും സമ്മതിക്കില്ല. എന്താ ചെയ്യാ? ഇവ പ്രസവിക്കുന്നതിന് പകരം വല്ല എരുമനെയോ പോത്തിനെയോ വളർത്തുന്നതായിരുന്നു നല്ലത്. ഇതിലും ഭേദം അതാ നല്ലത്. എന്റെ ദൈവമേ, അവിടെ ആ രണ്ട് ജന്തുക്കൾ എന്തൊക്കെ സൗണ്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ മനുഷ്യന് വല്ലതും അറിയുന്നു? എത്ര നന്നായിട്ട് ഉറങ്ങുന്നത്. ഭൂമി കുലുക്കം വന്നാൽ പോലും ഇയാൾക്കറിയില്ല. ഇയാളെ ഉണർത്താതിരിക്കുന്നതാ നല്ലത്. ഇനിയിപ്പോ എന്നിട്ട് പാടെ കോഫി ചോദിച്ചോണ്ട് വരും. അതിലും നല്ലത് ഉറങ്ങുന്നതാ. ഞാനും ഒന്നും അറിയാത്തതുപോലെ കിടന്നുറങ്ങാം. അതാ എനിക്കും നല്ലത്. അവരെന്ത് വേണമെങ്കിലും ചെയ്യട്ടെ, എന്നെ കൊണ്ട് വയ്യ. ചേച്ചി, വാതിൽ തുറക്ക് ചേച്ചി, പ്ലീസ് ചേച്ചി, എനിക്ക് പേടിയാവുന്നു ചേച്ചി. ചേച്ചിനെ ഞാൻ ഒന്നും പറയില്ല, പ്ലീസ് ചേച്ചി, വാതിൽ തുറക്ക് ചേച്ചി. ഇവിടെ നിന്റെ ചേച്ചി ഒന്നുമില്ല, ഇവിടെ ഞാനാ ഉള്ളത്. പ്ലീസ് ചേച്ചി, വാതിൽ തുറക്ക് ചേച്ചി. ചേച്ചി വാതിൽ തുറന്നാൽ എന്റെ എല്ലാ ഡ്രസ്സും ഞാൻ ചേച്ചിക്ക് ധരിക്കാൻ തരാം. പ്ലീസ് ചേച്ചി, വാതിൽ തുറക്ക് ചേച്ചി, സത്യമായിട്ടും തരാം. ശരിക്കും തരുമോ? എന്റെ പഠിപ്പ് നേരെ സത്യം, ഞാൻ ശരിക്കും തരും ചേച്ചിക്ക്. എന്റെ എല്ലാ ഡ്രസ്സും തരും. എന്നാലും വാതിൽ തുറക്കാം. എന്റെ മോള് പേടിച്ചു പോയോ?
ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. നീ വാക്ക് പാലിക്കണം. നീ തരാന്ന് പറഞ്ഞ നിന്റെ എല്ലാ ഡ്രസ്സും എനിക്ക് ധരിക്കാൻ തരണം. ഇല്ലൊന്നുമില്ല കേട്ടോ, ഞാൻ തരൂല, എന്റെ ഡ്രസ്സൊന്നും തരൂല. നീ തരണം. തന്നില്ലേ നീ ഫെയിലാവും. നീ നിന്റെ പഠിത്തം മേലെ സത്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് നീ തന്നില്ലെങ്കിൽ നീ നല്ല ഫെയിലാവും. ഞാൻ ചേച്ചി പറഞ്ഞതൊക്കെ വിശ്വസിച്ചെന്ന് വിചാരിച്ചോ? ഞാൻ തരൂലൊന്നുമില്ല. ഞാൻ ഫെയിലായാലും വേണ്ടില്ല, ഞാൻ ചേച്ചിക്ക് എന്റെ ഡ്രസ്സൊന്നും തരില്ല. എടി നിന്നെ ചേച്ചി ഒറ്റയ്ക്കിരുന്ന് അവിടെ മൂത്രയിച്ച് കേട്ടോ. ഞാൻ അമ്മയുടെ അടുത്ത് പോയിട്ട് കിടക്കുവാ. ബൈ ബൈ.